ഗായ്സ് ഇന്നേ നമുക്കല്ല അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കാം. സൂപ്പർ ഐറ്റമാണേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ളൊരു മാങ്ങ അച്ചാർ, സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ഉലുവ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കടായിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗാർലിക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗാർലിക്ക് കുറച്ച് കൂടുതൽ വേണം, നമുക്ക് അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കടുക് വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ എരിവുള്ള മുളക് പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡറും വേണേ. അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനതൊരു കടായി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഇട്ട് ഒഴിക്കുന്നത്. എണ്ണ ഏത് വേണേലും നമുക്ക് ഒഴിക്കാം കേട്ടോ. നല്ലെണ്ണ ആയിരിക്കും എപ്പോഴും അച്ചാറിന് നല്ല ടേസ്റ്റ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുവന്ന മുളക്, ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറാവണം. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും അച്ചാറിന്. വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് കിട്ടുവാണെങ്കിൽ. അപ്പം ഞാൻ ആ സമയത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല അടിപൊളി പച്ച കറിവേപ്പില അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. അച്ചാറിന് നല്ല എരിവുള്ള നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മാങ്ങാച്ചാറിന് നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കേട്ടോ. ഒരു 100 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 500 ഗ്രാം കാശ്മീരി ചില്ലി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ. അച്ചാറിനൊക്കെ കുറച്ച് മസാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കൂടിയിരുന്നാലോ കുറഞ്ഞിരുന്നാലൊന്നും കുറഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ഇത്രയും മസാലകളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ നമ്മുടെ വെച്ചിരിക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വിനെഗറും കൂടെ എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂപ്പിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കേട്ടോ ഇത്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ മാങ്ങയിലോട്ട് പിടിച്ചോളും. അപ്പം നമ്മൾ മസാല ആഡ് ചെയ്യുമ്പോൾ ഞാൻ കായപ്പൊടി ഇടുന്നത് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. കായപ്പൊടി മസ്റ്റാണ് കേട്ടോ. അച്ചാറിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കായപ്പൊടി ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനെഗറും വെള്ളവും അത് നമുക്ക് മസാലയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ വെള്ളവും വിനെഗറും കൂടെ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അച്ചാർ എത്ര നാളിരുന്ന് കഴിഞ്ഞാലും കേടാവാതിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിച്ചൊഴിക്കുന്നത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെള്ളവും വിനെഗറും കൂടെ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ബാക്കി ഉപ്പ് നമുക്ക് ഗ്രേവിക്കകത്തൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ആ വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി ചൂടുള്ളപ്പം മാങ്ങ ആഡ് ചെയ്യരുത്. മാങ്ങ വെന്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റെല്ലാം എതിലേ പോയെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ആ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നും പറയാനില്ല ഗൈസ്, നല്ല അടിപൊളി അച്ചാറാട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എന്നാലും അല്ലാത്തവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു
കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.